ആകാശത്തെ തൊടുന്ന ഗോപുരങ്ങൾക്കിടയിൽ ചോള സാമ്രാജ്യത്തിന്റെ മഹത്വം ഇന്നും ഈ കല്ലുകൾ നിശബ്ദമായി പറയുന്നു. തഞ്ചാവൂർ നഗരത്തിന്റെ ഹൃദയത്തിൽ ഉയർന്നു നിൽക്കുന്ന ബൃഹദേശ്വര ക്ഷേത്രം. ആയിരം വർഷങ്ങൾക്ക് മുമ്പ് പണിത ഒരു ക്ഷേത്രം മാത്രമല്ല ഇത്. ഭക്തിയും വാസ്തുശാസ്ത്രവും അത്ഭുതകരമായ ശില്പവിദ്യയും ചേർന്നൊരു മഹാസൃഷ്ടിയാണ്. ഞാൻ തഞ്ചാവൂരിലേക്ക് ആദ്യമായിട്ടാണ് യാത്ര ചെയ്യുന്നത്. കുട്ടിക്കാലം മുതലേ എനിക്ക് ഈ ക്ഷേത്രം കാണണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. പക്ഷേ അന്ന് നടന്നില്ല. ഇപ്പോഴാണ് ഒരവസരം കിട്ടിയത്. ബാംഗ്ലൂരിൽ നിന്ന് ഏകദേശം 375 കിലോമീറ്റർ ഉണ്ട് ഇവിടേക്ക് എത്താനായിട്ട്. മനോഹരമായ കൊത്തുപണികളും ഗോപുരങ്ങളും ഒറ്റക്കല്ലിൽ നിർമ്മിച്ച മകുടവും നടപ്പാതകളും തൂണുകളും അങ്ങനെയെല്ലാം ഇവിടെ അത്ഭുതപ്പെടുത്തുന്ന കാഴ്ചകളാണ്. ഇവിടെയുള്ള ഓരോ കൊത്തുപണികളും ഒരു കഥ പറയുന്നുണ്ട്. രാജാക്കന്മാരുടെ, ദൈവങ്ങളുടെ, കടലുകൾ കീഴടക്കിയിരുന്ന ഒരു സാമ്രാജ്യത്തിൻ്റെ കഥ. ചോള രാജവംശത്തിൻ്റെ സുവർണ കാലഘട്ടത്തിൽ രാജരാജ ചോളൻ ഒന്നാമൻ്റെ നേതൃത്വത്തിൽ AD 1003 ഈ ക്ഷേത്രം നിർമ്മിച്ചത്. AD 1010 ഈ ക്ഷേത്രത്തിൻ്റെ പണി പൂർത്തിയാക്കുകയും ചെയ്തു. ഏകദേശം 7 വർഷത്തോളമാണ് ഈ ക്ഷേത്രത്തിൻ്റെ പണി പൂർത്തിയാക്കാനായിട്ട് എടുത്തത്. ബൃഹദേശ്വര ക്ഷേത്രത്തിൻ്റെ പ്രധാന കെട്ടിടത്തെ വിമാന എന്നാണ് പറയുന്നത്. 13 നിലകളുള്ള കെട്ടിടത്തിന് 216 അടി ഉയരമുണ്ട്. ഈ കെട്ടിടത്തിൻ്റെ ഏറ്റവും മുകളിൽ 80 ടൺ ഭാരമുള്ള ഒരു മകുടമുണ്ട്. അതാണ് ഏറ്റവും മുകളിലായിട്ട് നമ്മൾ കാണുന്നത്. ഈ മകുടം 13 നിലയുള്ള കെട്ടിടത്തിന് മുകളിൽ എത്തിക്കാൻ ആ കെട്ടിടത്തിന് മുകളിലേക്ക് അന്ന് അവർ കിലോമീറ്ററുകളോളം വരുന്ന ചെരിഞ്ഞ ഒരു പാത നിർമ്മിച്ചിരുന്നുവത്രേ. ഈ വിമാന കെട്ടിടത്തിന് താഴെ ഒരു ഗർഭഗൃഹമുണ്ട്. അവിടെയാണ് ശിവലിംഗം പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. അതിനു മുന്നിലായിട്ട് ഭക്തർക്ക് നിൽക്കാനായിട്ടുള്ള ഒരു മണ്ഡപമുണ്ട്. അതിന് കുറച്ചുകൂടെ മുന്നിലായിട്ട് ഒരു നന്ദി മണ്ഡപമുണ്ട്. ഈ നന്ദിയുടെ രൂപം ഒറ്റക്കല്ലിൽ നിർമ്മിച്ചതാണ്. ഏകദേശം 25 ടൺ ഭാരമുണ്ട് ഇതിന്. രാവിലെ തന്നെ ഒരുപാട് പേർ ക്ഷേത്രം കാണാനായിട്ടും പ്രാർത്ഥിക്കാനായിട്ടും ഇവിടെ വന്നിട്ടുണ്ട്. പൂർണ്ണമായും ഗ്രാനൈറ്റിൽ നിർമ്മിച്ചതാണ് ഈ ക്ഷേത്രം. ഈ പരിസര പ്രദേശങ്ങൾ ഒന്നും തന്നെ ഗ്രാനൈറ്റുകളുള്ള സ്ഥലങ്ങളല്ല. അതുകൊണ്ട് തന്നെ കിലോമീറ്ററുകളോളം ദൂരെ നിന്ന് ആനകളും മരച്ചക്ര വണ്ടികളും വലിയ മരത്തടി റോളുകളും ഉപയോഗിച്ച് ഒരുപാട് മനുഷ്യരുടെ സഹായത്തോടെ പണിതതാണ് ഈ ക്ഷേത്രം. മാത്രമല്ല, ആധുനിക യന്ത്രങ്ങളൊന്നുമില്ലാത്ത ഒരു കാലത്ത് പൂർണ്ണമായും വാസ്തുശാസ്ത്രപരമായി നിർമ്മിച്ച ഈ ക്ഷേത്രം ചോളരുടെ ബുദ്ധിയെയും എഞ്ചിനീയറിംഗ് മികവിനെയും അടയാളപ്പെടുത്തുന്നു. അതുകൊണ്ട് തന്നെ ഈ ക്ഷേത്രം ഇന്നും ലോകത്തിന് ഒരു അത്ഭുതമാണ്. ബൃഹദേശ്വര ക്ഷേത്രത്തിന് പ്രധാനമായും 4 കവാടങ്ങളാണുള്ളത്. ആദ്യത്തേത് മറാത്ത പ്രവേശന കവാടവും, രണ്ടാമത്തേത് കേരളാന്തകൻ തിരുവാസലും, മൂന്നാമത്തേത് രാജരാജൻ തിരുവാസലും, നാലാമത്തേത് തിരു അനുക്കൻ തിരുവാസലും എന്നിങ്ങനെ കവാടങ്ങൾ അറിയപ്പെടുന്നു. ഇതിൽ മറാത്ത പ്രവേശന കവാടം പിന്നീട് മറാത്ത രാജവംശത്തിന്റെ കാലഘട്ടത്തിൽ നിർമ്മിച്ചവയാണ്. കേരളാന്തകൻ തിരുവാസൽ ചേര രാജവംശത്തിനെതിരായ യുദ്ധത്തിൽ രാജരാജ ചോളൻ ഒന്നാമൻ ജയിച്ചതിന്റെ പ്രതീകമായി നിർമ്മിച്ച കവാടമാണ്. എല്ലാ കവാടങ്ങൾക്കും കൊത്തുപണികളോടുകൂടിയ ഗോപുരങ്ങളുണ്ട്. ഇതിൽ കേരളാന്തകൻ തിരുവാസലിനാണ് 5 നില ഉയരമുള്ള ഗോപുരമുള്ളത്. ഈ ഒരു ക്ഷേത്രത്തിനുള്ളിൽ നമ്മളെത്തിയാൽ ഈ കാലഘട്ടത്തിൽ ജീവിക്കുകയാണെന്ന് നമുക്ക് തോന്നില്ല. ചോള രാജവംശകാലത്ത് ജീവിക്കുകയാണെന്നേ തോന്നും. ഒരുപാട് കാലം പിന്നോട്ട് പോയ പോലെ തോന്നും. ഈ ക്ഷേത്ര പരിസരം കാണുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു സമാധാനം കിട്ടും. കാരണം നമ്മൾ മറ്റൊന്നിനെക്കുറിച്ചും ചിന്തിക്കില്ല. ഈ കെട്ടിടങ്ങളും കൊത്തുപണികളും ആ കാലഘട്ടവും മാത്രമേ നമ്മളുടെ മനസ്സിൽ കടന്നു വരൂ.
അങ്ങനെ അതെല്ലാം കണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ഐരാവതേശ്വര ക്ഷേത്രത്തിലേക്കാണ് പോയത്. വലുപ്പത്തിൽ ബൃഹദേശ്വര ക്ഷേത്രത്തേക്കാൾ ചെറുതാണെങ്കിലും ശില്പകലയുടെ സൗന്ദര്യത്തിൽ അത്ഭുതപ്പെടുത്തുന്നൊരു സൃഷ്ടി. ഇവിടെ കല്ലുകൾക്ക് പോലും ജീവനുള്ളതുപോലെ തോന്നും. ഓരോ തൂണിലും ഓരോ ചുമരിലും തമിഴ് ശില്പകലയുടെ മികവ് നിറഞ്ഞു നിൽക്കുന്നു. ഇവിടെ ക്ഷേത്രത്തിന് ചുറ്റും മേൽക്കൂരകളും തൂണുകളും കൊത്തുപണികളും ഒക്കെയുള്ള മനോഹരമായ പ്രദക്ഷിണ പാതകൾ കാണാം. ഇതെല്ലാം പൂർണ്ണമായും ഗ്രാനൈറ്റിൽ പണിതതായതുകൊണ്ട് തന്നെ ഇതിലെ നടക്കുമ്പോൾ നമുക്ക് അങ്ങനെ ചൂട് അനുഭവപ്പെടില്ല. അങ്ങനെ കുറച്ച് സമയം ഇവിടുത്തെ കാഴ്ചകൾ കണ്ട് ഇവിടെ നിന്ന് ഞങ്ങൾ വീണ്ടും ബൃഹദേശ്വര ക്ഷേത്രത്തിലേക്ക് വന്നു. വൈകുന്നേരത്തെ സൂര്യകിരണങ്ങൾ ക്ഷേത്രത്തിൽ പതിക്കുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ട്. വിമാനഗോപുരത്തിന്റെ കെട്ടിടത്തിന് മുകളിലായിട്ട് കുറേ പ്രാവുകൾ കൂടുകൂട്ടിയിട്ടുണ്ട്. സൂര്യാസ്തമയ സമയത്ത് അവ കൂട്ടങ്ങളായി വിമാനഗോപുരത്തിന് ചുറ്റും പറക്കുന്നു. അത് കാണാൻ പ്രത്യേക ഭംഗിയാണ്. അങ്ങനെ നേരം വല്ലാതെ ഇരുട്ടെ. ഇപ്പോഴും ഭക്തർ ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. രാത്രിയിൽ ക്ഷേത്രം കാണാൻ മനോഹരമാണ്. സ്വർണ്ണ നിറമാണ് ക്ഷേത്രത്തിന്. കല്ലിൽ കൊത്തിയ ലിപികളും കൊത്തുപണികളും ഒക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ബൃഹദേശ്വര ക്ഷേത്രത്തിന്റെ ചുറ്റുമായിട്ട് ഭക്തർക്ക് നടക്കാനായിട്ടുള്ള പ്രദക്ഷിണ പാതയുണ്ട്. ഈ പ്രദക്ഷിണ പാതയ്ക്ക് മുകളിൽ മേൽക്കൂരയും നിർമ്മിച്ചിട്ടുണ്ട്. പൂർണ്ണമായും കല്ലിൽ നിർമ്മിച്ചിരിക്കുന്ന ഈ പാത കൊത്തുപണികളാലും തൂണുകളാലും മനോഹരമാണ്. കുറച്ചു നേരം അതൊക്കെ നോക്കി ഇവിടെ ഇങ്ങനെ ഇരുന്നു. ഞാൻ ആലോചിക്കുകയായിരുന്നു അന്നത്തെ ആ കാലഘട്ടം എങ്ങനെ ആയിരിക്കുമല്ലേ എന്ന്. 1000 വർഷങ്ങൾക്കിപ്പുറവും നമ്മളെ ഈ ക്ഷേത്രം വിസ്മയിപ്പിക്കുന്നു. നമ്മളിങ്ങനെ ക്ഷേത്രം നോക്കിയിരിക്കുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ നമ്മളുടെ ചിന്തകൾ ആ കാലഘട്ടത്തിലേക്ക് പോകും. രാജാക്കന്മാരെയും ഭടന്മാരെയും ആ കാലഘട്ടത്തിലെ ആളുകളെയും ഒക്കെ നമ്മൾ ഓർക്കും. കുറച്ചു നേരം ഇതെല്ലാം കണ്ട് ഇവിടെ നിന്ന് തിരിച്ചു. ഈ ഒരു യാത്ര എനിക്ക് സമ്മാനിച്ചത് സമാധാനം തരുന്ന കുറേ നിമിഷങ്ങളാണ്. ഈ ഒരു സ്ഥലത്തെത്തിയാൽ നമ്മൾ 1000 വർഷങ്ങൾ പിന്നോട്ട് പോകും. ശിവന് വേണ്ടി പണിത ഈ ക്ഷേത്രങ്ങൾ വിശ്വാസത്തിൻ്റെ ഇടങ്ങൾ മാത്രമല്ല, കാലത്തെ മറികടന്ന് നിലനിൽക്കുന്ന കലാസൃഷ്ടികളാണ്. ഈ നടപ്പാതകളിലൂടെ നടക്കുമ്പോൾ നമ്മൾ ചരിത്രം കാണുകയല്ല, അതിനെ അനുഭവിക്കുകയാണ്.